നമുക്കിന്ന് നാടൻ രീതിയിലുള്ള വളരെ രുചികരമായ ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളിയും 6 വെളുത്തുള്ളി അല്ലിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഒരു 4 വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം കോവയ്ക്കയാണ് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കോവയ്ക്ക ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കോവയ്ക്കൊക്കെ നല്ലോണം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രുചികരമായ നാടൻ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിരിക്കുന്നു.